ഇന്ന് യഥാർത്ഥത്തിൽ ഈ പരസ്യത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? പരസ്യത്തിൽ വർഗീയത പറഞ്ഞ ഒരാളെ എക്സ്പോസ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത്. അതിന് MCMC എന്ന് പറയുന്ന മീഡിയ സർട്ടിഫിക്കേഷൻ ആൻഡ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ അനുവാദമുണ്ടോ ഇല്ലയോ എന്നുള്ളതൊരു സാങ്കേതികത്വം മാത്രമാണ്. അനുവാദം നേരത്തെ പ്രയർ പെർമിഷൻ വാങ്ങണം എന്നതാണ് ചട്ടം. അത് ജില്ലാ കമ്മിറ്റി പരിശോധിക്കും. അതിനുശേഷം ആ ഉള്ളടക്കത്തെ സംബന്ധിച്ച് എന്തെങ്കിലും വിവാദമുണ്ടെങ്കിൽ, ഏതെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് പബ്ലിക് ഡൊമൈനിലുള്ള വിഷയങ്ങളാണ്. ഇവിടെ ഷാഫി പറമ്പിലിന് പറ്റിപ്പോയ ഒരു ചെറിയ തെറ്റ് എന്ന് പറയുന്നത് സന്ദീപ് വാര്യരെ അമിതമായി വിശ്വസിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നിന്നൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി. വടകരയിലെ കാഫി സ്ക്രീൻഷോട്ട് വ്യാജത്തിന്റെ ഒരു ഗ്ലോറിഫൈഡ് ആയിരിക്കുന്ന ഒരു നരേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അത് രണ്ടും കമ്പയറബിളേ അല്ല. കാരണം ഇത് വ്യാജ സ്ക്രീൻഷോട്ട് ആയിരുന്നില്ല. അത് ഷാഫി പറമ്പിലിന് സംഭവിച്ചു പോയ സ്ട്രാറ്റജിക് പിഴവാണ്. അതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ച ഒരു പിഴവ്. CPM ഇന്നത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതും അതാണ്. സ്ട്രാറ്റജിക്കലി എന്നാൽ ഈ പരസ്യം കൊണ്ട് CPM നേടിയിരിക്കുന്ന ഒരു നേട്ടമുണ്ട്. നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളിലും ഇന്നൊരു പക്ഷേ ചെറുസമൂഹത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുമായിരുന്ന ഈ പരസ്യത്തെ കോൺഗ്രസ് വലിച്ചു പുറത്തേക്ക് ഇട്ടതിനെ തുടർന്ന് എല്ലാ മാധ്യമങ്ങളും സജീവമാക്കി നിർത്തിയെന്ന് മാത്രമല്ല